നമസ്കാരം. തുടരും സിനിമയിൽ പുതുമുഖമായെത്തി ഏവരെയും ഞെട്ടിച്ച പ്രകാശ് വർമ്മ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പലരും പറഞ്ഞു, എൻ.എഫ്. വർഗീസ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട റോൾ. മിമിക്രിയിൽ നിന്ന് കൊടും ക്രൂര വില്ലനായി എൻ.എഫ്. വർഗീസ് മലയാളത്തിലേക്ക് ഇടിച്ചിറങ്ങി വന്നതും താരതമ്യേന പുതുമുഖമായിട്ടായിരുന്നു. ടിക്കറ്റിനൊപ്പം കണ്ണു തുടയ്ക്കാൻ തൂവാല കൂടി നൽകി മലയാളികളെ കരയിച്ച ആകാശദൂതിലെ വില്ലൻ വേഷത്തിലൂടെയായിരുന്നു എൻ.എഫ്. വർഗീസും ഇങ്ങനെയൊരു വരവ് നടത്തിയത്. കൊച്ചിൻ കലാഭവനിൽ മിമിക്രി കലാകാരനായി വേദികളിൽ തിളങ്ങിയിരുന്ന വർഗീസ് ചില സിനിമകളിൽ തല കാണിച്ചിരുന്നു. ആളുകൾ തിരിച്ചറിയുന്നൊരു വേഷത്തിനായുള്ള അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് 1993-ൽ സഫലമായി. ആകാശദൂതിൽ വില്ലനായി ഇതുവരെ പരിചിതമല്ലാത്തൊരു നടനെ തിരയുകയായിരുന്നു സിബി മലയിലും തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫും. ചാൻസ് തേടി പലതവണ വന്നിട്ടുള്ള എൻ.എഫ്. വർഗീസിന്റെ മുഖവും ശബ്ദവും പെട്ടെന്ന് ഡെന്നിസ് ജോസഫിന് ഓർമ്മ വന്നു. സിബി മലയിലും ഏതൊക്കെയോ മിമിക്രി വേദികളിൽ വർഗീസിന് കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിനേതാവെന്ന നിലയിൽ എങ്ങനെയാവുമെന്ന് ഊഹമില്ല. എന്തായാലും വർഗീസിനെ വിളിച്ചുവരുത്തി സംസാരിച്ചപ്പോൾ ആൾ ഓക്കെയാണെന്ന് സിബി ഉറപ്പിച്ചു. നിർമ്മാതാവിനോട് പറഞ്ഞ അഡ്വാൻസും കൈമാറി. പക്ഷേ അടുത്ത ദിവസം കഥാപാത്രത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ വർഗീസ് ആകെ വിയർത്തു, മുഖമാകെ വാടി. കാര്യമിതാണ്, സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ രംഗങ്ങൾ മിക്കപ്പോഴും വണ്ടി ഓടിക്കുന്നതാണ്. തന്റെ പാൽവണ്ടിയിൽ കറങ്ങി നടക്കുന്ന അയാൾ മുരളിയുടെ കഥാപാത്രത്തെ വണ്ടിയിടിച്ചു കൊലപ്പെടുത്താൻ പോലും ശ്രമിക്കുന്നുണ്ട്. ഈ വിവരണങ്ങൾ കേട്ട എൻ.എഫ്. വർഗീസ് തനിക്ക് ഈ ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിച്ചു. സൈക്കിൾ പോലും നേരെ ഓടിക്കാനറിയാത്ത താൻ സിനിമയിലെങ്ങനെ മിനി ലോറി ഓടിക്കും? ഷൂട്ട് തുടങ്ങാൻ ഒരാഴ്ച മാത്രമാണ് മുന്നിൽ. വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞു പോയ വർഗീസ് അന്ന് രാത്രി തന്നെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. ആശാന്റെ കാലുപിടിച്ച് രാപകൽ കോഴ്സായി ഡ്രൈവിംഗ് പഠനം തുടങ്ങി. ഒരാഴ്ച തികയും മുൻപ് പനമ്പള്ളി നഗറിലെ ഡെന്നിസ് ജോസഫിന്റെ വീട്ടിൽ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി തനിയെ ഓടിച്ചദ്ദേഹം എത്തി. തിരികെ വണ്ടി വളച്ചെടുത്ത് മടങ്ങുമ്പോൾ കഥാപാത്രം വർഗീസിന് ഉറപ്പിച്ചു. ആകാശദൂതിൽ മിനി ലോറി ഓടിച്ചുപായുന്ന കേശവനെ കണ്ടാൽ പറയുമോ, ഒരാഴ്ച കൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങിയ ആളാണെന്ന്. കൈവിട്ട കാട്ടുകുതിരയും രാജൻ പി ദേവിന്റെ കാർലോസും. എന്റെ കൊച്ചുവാവയെ നിങ്ങൾ കട്ടെടുത്തല്ലോ. രാജൻ പി ദേവ് പല വേദികളിലും ഇങ്ങനെ വിലപിച്ചിരുന്നു. 1000-ഓളം വേദികളിൽ വേഷമിട്ട് താൻ അനശ്വരമാക്കിയ കാട്ടുകുതിരയിലെ കൊച്ചുവാവ എന്ന കഥാപാത്രമായിരുന്നു ഈ വേദനയ്ക്ക് പിന്നിൽ. സിനിമയായപ്പോൾ താൻ ഒഴിവാക്കപ്പെട്ട കൊച്ചുവാവയായി തിലകനെത്തിയതിൽ രാജൻ പി ദേവ് അവസാനകാലം വരെ നിരാശയും രോഷവും പങ്കിട്ടിരുന്നു. പക്ഷേ കാട്ടുകുതിര സിനിമയിറങ്ങിയ ഏതാനും മാസങ്ങൾക്കിപ്പുറം രാജൻ പി ദേവും സിനിമയിൽ തന്റെ വരവറിയിച്ചു. തമ്പി കന്തന്താനം സംവിധാനം ചെയ്ത ഇന്ദ്രജാലത്തിലെ ഉജ്ജ്വല വില്ലൻ കാർലോസായി അതേ വർഷം മലയാളികളെ ഞെട്ടിച്ച് അഭ്രപാളിയിൽ വരവറിയിച്ചു. സ്ഥിരം വില്ലൻ വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്പം നർമ്മം കലർത്ത വില്ലത്തരം കേരളം ഏറ്റെടുത്തു. തുടർന്ന് അങ്ങോട്ട് വില്ലൻ കഥാപാത്രങ്ങൾ ഇടവേള നൽകാതെ അദ്ദേഹത്തെ തേടിയെത്തി. അവസാനകാലത്ത് തൊമ്മൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളുമായി മലയാളികളെ ചിരിപ്പിക്കുകയും ചെയ്തു. സിനിമയിൽ 100 അനശ്വര വേഷങ്ങൾ ചെയ്തിട്ടും കൊച്ചുവാവയെ സ്ക്രീനിലെത്തിക്കാനാവാതെ പോയതിൽ അദ്ദേഹം എന്നും വിഷമിച്ചിരുന്നു. രാജൻ പി ദേവ് നാടകരംഗത്തേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം ഓർക്കുന്നു. ബെന്നിയുടെ രചനയിൽ രാജൻ പി ദേവ് സംവിധാനം ചെയ്ത അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന നാടകമാണ് പിന്നീട് ചാന്തുപൊട്ട് സിനിമയായത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു ഹൈപ്പ് എന്നൊരു ബട്ടൺ കാണിക്കും, അതിലുമൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. നന്ദി.